ഓക്കെ, നമ്മൾ ആൽഡിഹൈഡിനെ പറ്റി നോക്കി, നമുക്ക് ഇനി കീറ്റോണെ പറ്റി നോക്കാം. കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, CO വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കീറ്റോൺ എന്ന് വിളിക്കുക. അതായത് C ഡബിൾ ബോണ്ട് O C ബോണ്ട് ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കീറ്റോൺ എന്ന് വിളിക്കുക. സോ കീറ്റോൺ കീറ്റോൺ നമ്മൾ പേര് കൊടുക്കുന്നത് ഈ ഓൺ വെച്ചിട്ടാണ്. ഓൺ നമ്മൾ പറഞ്ഞ ആൽഡിഹൈഡിന് നമ്മൾ പേര് കൊടുക്കുക AL വെച്ചിട്ടാണ്, കാർബോക്സിലിക് ആസിഡിന് ഓയിക് ആസിഡ് വെച്ചിട്ടാണ്, ആൽക്കഹോളിന് ഓൾ വെച്ചിട്ടാണ്. അതേമാതിരി കീറ്റോൺ നമ്മൾ പേര് കൊടുക്കുക ഓൺ വെച്ചിട്ടാണ്, കീറ്റോൺ ഓൺ. ഓക്കെ, സോ എക്സാമ്പിൾ മെഥനോൺ, മെഥനോൺ ഇല്ല, എഥനോൺ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ, പെന്റനോൺ, ഹെക്സനോൺ, എക്ടനോൺ, ഒക്ടനോൺ. മനസ്സിലായി? ഓൺ വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കാൻ നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് ഇതിന് രണ്ട് സൈഡിലും എന്തുണ്ട്, ബോണ്ട് ഉണ്ട്. രണ്ട് സൈഡിലും ബോണ്ട് ഉണ്ടായതിനെ കൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഡിഫറെന്റ് ചെയിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കാം, വളരെ സിമ്പിൾ ആണ്. ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. CH3 CO CH2 CH3. ഒരിക്കലും ഈ CO എന്ന് പറയുന്ന യവൻ അറ്റങ്ങളിൽ വരില്ല. കാരണം എന്താ, അപ്പുറത്തും ഇപ്പുറത്തും ബോണ്ട് ഉണ്ട്. CHOയും COOHും എപ്പോഴും അറ്റങ്ങളിലേ വരത്തുള്ളൂ. കാരണം ഒരു ബോണ്ടേ ഉള്ളൂ. OH എക്സെപ്ഷൻ, OHന്റെ കാര്യത്തിൽ ഇങ്ങനെ നാലേക്കല്ല, OH എല്ലായിടത്തും വരും, അറ്റത്തും വരും, സൈഡിലും വരും. കാരണം ഇത് ബ്രാഞ്ച് ആയിട്ട് വരുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ CO എന്ന് പറയുന്നതും COOH CHO എന്നൊക്കെ പറഞ്ഞ കാർബൺ വരുന്ന കോമ്പൗണ്ട്, അത് ഇതിന്റെ ചെയിനിൽ വരുന്ന കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് അത് ബ്രാഞ്ച് ആയിട്ട് വരത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ CO എന്ന് പറയുന്ന സാധനം എപ്പോഴും രണ്ട് ചെയിനുകളുടെ ഇടയ്ക്കേ വരത്തുള്ളൂ, അറ്റങ്ങളിൽ വരില്ല. COOHും CHOയും എപ്പോഴും അറ്റങ്ങളിലേ വരത്തുള്ളൂ. ഇത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊസിഷൻ നമ്പർ ഇല്ല, പക്ഷെ യവന് പൊസിഷൻ നമ്പർ ഉണ്ട്. അവർക്ക് പൊസിഷൻ നമ്പർ ഇല്ല. അപ്പോൾ ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ആദ്യം ഇതിന്റെ മെയിൻ ചെയിന്റെ പേര് എഴുതുക, മെത്ത്, ഇതും കൂട്ടണം, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടാൻ. ഇനി പൊസിഷൻ നമ്പർ ഓഫ് CO വളരെ സിമ്പിൾ ആണ്. 1ൽ ഒന്നുമില്ല, 2ലാണ് CO ഇരിക്കുന്നത്. 1ൽ ഒന്നുമില്ല, 2ൽ ഒന്നുമില്ല, 3ലാണ് C ഇരിക്കുന്നത്. ഏതാണ് പൊസിഷൻ നമ്പർ? 2 ആണ്. സോ ബ്യൂട്ടാൻ 2, എന്താ ചേർക്കണ്ടേ? ഓൺ. ബ്യൂട്ടാൻ 2 ഓൺ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പഠിച്ച സാധനങ്ങൾ തന്നെ, ഇത്രേ ഉള്ളൂ. ബ്യൂട്ടാൻ 2 ഓൺ. ഞാൻ ഒരു കോമ്പൗണ്ട് എഴുതാം, ഹെക്സാൻ 3 ഓൺ. എങ്ങനെ എഴുതും? വളരെ സിമ്പിൾ ആണ്. ഹെക്സാൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ, 1 2 3 4 5 6. ഇനി 3 ഓൺ എന്ന് പറഞ്ഞാൽ ഹെക്സാനിൽ മൂന്നാമത്തെ കാർബണിൽ ഓൺ ഉണ്ട്. 3 ഓൺ, മൂന്നാമത്തെ കാർബൺ ഉണ്ട്. 1 2 3, ഇതാണ് മൂന്നാമത്തെ കാർബൺ. അതിനകത്ത് എന്തിട്ട് കൊടുക്കുക? ഒരു ഓയും ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. CH3 CH2 തനിയെ കുറെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തരാൻ ചെയ്യാൻ വേണ്ടി. ബ്യൂട്ടാൻ 2 ഓൺ, ഹെപ്റ്റാൻ 3 ഓൺ. അതേപോലെ ഈ കോമ്പൗണ്ടാണ് പേര് എഴുതി നോക്കുക. CH3 CH2 CO CH2 CH3 ഇതിന്റെ പേരുകൾ എഴുതി നോക്കുക. ഓക്കെ, സോ ഇതിന്റെയൊക്കെ പേര് എന്ത് ചെയ്യുക, തന്നെയൊന്ന് എഴുതി വെക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചതിൽ വെച്ച് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഓൺ, കീറ്റോൺ ഓൺ ചേർക്കുക. ആ മെയിൻ ചെയിൻ്റെ ആ ഒരു വേർഡ് റൂട്ട് എഴുതുക, പൊസിഷൻ നമ്പർ എഴുതുക, ഓൺ ചേർക്കുക. കഴിഞ്ഞു.